ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൻസൽ. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു മനോഹരമായ ബീച്ചിലേക്കാണ്. ആ ബീച്ചിന്റെ പേരാണ് കുഴുപ്പിള്ളി ബീച്ച്. ബീച്ചിലേക്കുള്ള വഴികൾ തന്നെ കാണാൻ വളരെ മനോഹരമാണ്. രണ്ട് സൈഡും ചെമ്മീൻകെട്ടാൽ അലങ്കൃതമാണ്. ചെമ്മീൻകെട്ടിന്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ചെന്നെത്തുന്നത് കുഴുപ്പിള്ളി ബീച്ചിലേക്കാണ്. ഇസഡ് വേൾഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുഴുപ്പിള്ളി ബീച്ചിലെ കാണാക്കാഴ്ചകളും അതിൻ്റെ വിവരണങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുഴുപ്പിള്ളി ബീച്ചിലേക്കുള്ള വഴിയിലെ ചെമ്മീൻകെട്ടെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള ആ ഡ്രൈവിംഗ് വളരെ രസകരമായ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സമ്മാനിച്ചത്. ബീച്ചിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ തന്നെയാണ് ആദ്യമേ തന്നെ കാണാൻ കഴിയുന്നത്. സ്വർണ്ണ മണലും ശാന്തമായ വെള്ളവുമാണ് ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂര്യൻ താഴ്ന്നു പോകുന്ന ആ വളരെ മനോഹരമായ കാഴ്ചയും നമുക്ക് വിദൂരയിൽ നിന്ന് തന്നെ കാണാം. ആ കാണുന്നതാണ് പുതുതായി ആരംഭിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഞങ്ങളും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. ഒരാൾക്ക് 120 രൂപയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഈടാക്കുന്നത്. കൊച്ചിയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് 2023 ഒക്ടോബറിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ജനങ്ങൾക്കായി ഇത് തുറന്നുകൊടുത്തത്. 5 വയസ്സിന് താഴെയുള്ളവരെയും ഗർഭിണികളെയും ഇതിൽ പ്രവേശിപ്പിക്കില്ല. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് പ്രവേശനം. ഒരേ സമയം 50 പേർക്ക് പാലത്തിൽ കയറാൻ കഴിയും. 100 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. ഇതിലൂടെ നടക്കുന്നത് പ്രത്യേക ഒരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സുരക്ഷാ വലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിലൂടെ നടക്കാൻ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുകയും വേണം. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ഇവിടെ. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ സാന്ദ്രതയുള്ള പോളി എഥിലീൻ കൊണ്ടാണ്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന് കുറുകെ നടക്കാനും തിരമാലകൾ അടുത്ത് അനുഭവിക്കാനും കഴിയും എന്നുള്ളതാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് 15 ദിവസം കൊണ്ട് നിർമ്മിച്ചതാണ്. ഏകദേശം 1 കോടി രൂപയാണ് ഇതിന് ചെലവായത്. കൊച്ചിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുഴുപ്പിള്ളി ബീച്ച്. അവധി ദിവസമായ ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതലായി എത്തുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വൈപ്പിൻ പള്ളിപ്പുറം സംസ്ഥാന പാതയിൽ പള്ളത്താംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയുള്ള ബീച്ച് റോഡിലൂടെ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുഴുപ്പിള്ളി ബീച്ചിൽ എത്തിച്ചേരാവുന്നതാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെയുള്ള നടത്തം ഏറ്റവും മനോഹരമാകുന്നത് തിരമാലയുള്ള സമയത്താണ്. ഞങ്ങൾ പോയ സമയത്ത് തിരമാല കുറവായിരുന്നു. എന്നാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ബ്രിഡ്ജിൽ നിന്നും ഞങ്ങൾ നേരെ ബീച്ച് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടറുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ബീച്ചിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇരുന്ന് നമുക്ക് സൂര്യാസ്തമയം കാണാൻ സാധിക്കുന്നതാണ്. കുഴുപ്പിള്ളി ബീച്ച് പ്രേമികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ബീച്ച് തന്നെയാണ്. നീന്തൽ പഠിക്കാനും ഒരേപോലെ സാഹസികതയ്ക്കും പറ്റിയൊരിടം. ബീച്ചിനോട് ചേർന്ന് തന്നെ ഇവിടെ കാറ്റാടി മരങ്ങൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാറ്റാടി മരങ്ങൾ കാണാൻ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ്. കൂടാതെ ബീച്ചിൽ നമുക്ക് പട്ടം പറത്താനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഈ ബീച്ചിലിരുന്ന് സൂര്യാസ്തമയം കാണാൻ വളരെ മനോഹരമാണ്. കുഴുപ്പിള്ളി ഗ്രാമം സാംസ്കാരിക പൈതൃകത്താൽ സമ്പന്നമാണ്.
നിരവധി ക്ഷേത്രങ്ങളും പള്ളികളും ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കുഴുപ്പള്ളി ബീച്ച് തികച്ചും ഫ്രണ്ട്സായും ഫാമിലിയായിട്ടും വരാൻ പറ്റിയ ഒരു ബീച്ച് കൂടിയാണ്. നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുഴുപ്പള്ളി ബീച്ച് ഒരു ഓപ്ഷൻ കൂടിയാണ്. ഇവിടെ ഇരുന്നാൽ നിങ്ങളുടെ സമയം പോകുന്നത് അറിയേയില്ല. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കുഴുപ്പള്ളി ബീച്ച് നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. കുഴുപ്പള്ളി ബീച്ചിലെ ഈ കാഴ്ചകൾ എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും കാർ ലക്ഷ്യമാക്കി നടന്നു. കാറിൽ കയറി വീണ്ടും മുന്നോട്ട് പോകുകയാണ്. കാറ് ഈ വട്ടം പോകുന്നത് അടുത്ത ബീച്ചായ ചെറായിലേക്കാണ്. കുഴുപ്പള്ളി ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ചെറായി ബീച്ചിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കുഴുപ്പള്ളി ബീച്ച്. ഈ പോകുന്നത് ബീച്ച് റോഡാണ്. കുഴുപ്പള്ളി ബീച്ചിൽ നിന്നും ചെറായി ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. പോകുന്ന വഴി വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെറായി ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചെറായി ബീച്ച് വളരെ മനോഹരമായ ബീച്ച് തന്നെയാണ്. വൈപ്പിൻ ദ്വീപിൻ്റെ വടക്കു ഭാഗത്തായാണ് ചെറായി ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ബീച്ച് കൂടിയാണ് ചെറായി. കൊച്ചിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെറായി ബീച്ച് ഏകദേശം 10 കിലോമീറ്റർ നീളമുള്ളതാണ്. നീന്താൻ അനുയോജ്യമായ സ്ഥലം കൂടിയാണ് ഈ ബീച്ച്. വേലിയേറ്റം കൂടുതലും തിരമാലകൾ മൃദുലവുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഈ ബീച്ചിൽ ഇരുന്നാൽ ഡോൾഫിനുകളെ ഇടയ്ക്കിടെ കാണാൻ സാധിക്കുന്നതാണ്. ചെറായി ബീച്ച് നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യയാവാറായി. ഈ ബീച്ച് ഇരുണ്ടുമൂടി തുടങ്ങി. ഞങ്ങൾ തൽക്കാലം ഈ ബീച്ചിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാത്രിയിൽ ചെറായി ബീച്ചിൻ്റെ ഭംഗി വളരെ രസകരമാണ്. ചെറായി ബീച്ചിൻ്റെയും കുഴുപ്പള്ളി ബീച്ചിൻ്റെയും മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത യാത്രയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. യാത്രകൾ അവസാനിക്കുന്നു.